നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന യമൻ ജയിലിൽ മരണശിക്ഷ കാത്തു കിടക്കുന്ന, വധശിക്ഷ കാത്തു കിടക്കുന്ന ഇസ്ലാമിക ഭീകര രാജ്യത്തിന്റെ ഇസ്ലാമിക ജിഹാദികളുടെ ആ ക്രൂരമായിട്ടുള്ള ആ ഒരു ശിക്ഷ കാത്തു കിടക്കുന്ന നമ്മുടെ സഹോദരിയുടെ വാർത്ത. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒരു വാർത്തയുണ്ട്. ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്നും പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയ ചെയ്തിട്ടുള്ള യമൻ പൗരനായിട്ടുള്ള തലാൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം പൗരൻ, അവിടുത്തെ യമനിലെ പൗരനാണ്. പക്ഷെ ആ പൗരന്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. എന്തായാലും ഈ തലാലിനെ ക്രൂരമായിട്ട് കൊന്ന് ഇത്ര കഷ്ടങ്ങളാക്കി ചാക്കിൽ കെട്ടി തെളിവ് പോലും നശിപ്പിക്കാൻ വേണ്ടിയും കച്ചകെട്ടി ഇറങ്ങിയ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പല ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ പോലും ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞാടുന്നത് ഞാൻ കണ്ടു. അതിന് സത്യത്തിൽ നേതൃത്വം കൊടുക്കാൻ, അതല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു പ്രാധാന്യം നൽകിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയേണ്ടതുണ്ട്. കാരണം ശ്രീജിത്ത് പണിക്കരുടെ ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ മണിക്കൂറിൽ ഞാനും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള അവകാശവുമുണ്ട്. അതിൽ കൈകടത്താനൊന്നുമല്ല നമ്മളിത് പറയുന്നത്. പക്ഷെ ചില ചോദ്യങ്ങൾ നമ്മൾക്കുണ്ട്. നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്നും പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ അവരെ വലിയൊരു ക്രൂരയായിട്ടുള്ള സ്ത്രീയായിട്ട് അപഹസിക്കുന്ന ആളുകളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുൻപ് നമുക്ക് ശ്രീജിത്ത് പണിക്കരുടെ ആ ഫേസ്ബുക്ക് ഒന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് അതേ ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ക്ഷമിക്കണം, ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല. പണം വാങ്ങി മരം വെട്ട് മുതലാളിയെ വെളുപ്പിച്ചെടുക്കുന്ന നീതി ബോധമല്ലല്ലോ എന്റേത്. എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു ടെക്സ്റ്റ് ആണ് ഇത് തോന്നും. അദ്ദേഹം യൂട്യൂബ് ചാനലിട്ട ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടുകൊണ്ട് ആ ഏറ്റവും അവസാനം പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണിത്. ഇനി അതിനടിയിലുള്ള വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ് വരുന്നത്: ഇന്നാട്ടിലും വിദേശത്തും കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്നവരോടും വധശിക്ഷ കാത്തു കിടക്കുന്നവരോടും നിങ്ങൾക്ക് ഇതേ അനുകമ്പയുണ്ടോ? നിമിഷപ്രിയ ചെയ്തത് ചെറിയ കുറ്റമല്ല. തന്റെ ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്ക മരുന്ന് കൊടുക്കുന്നു, അയാളുടെ മരണം ഉറപ്പുവരുത്തുന്നു, ശവശരീരം പലതായി വെട്ടി നുറുക്കുന്നു, അതിനൊരു സഹായിയെ കണ്ടെത്തുന്നു, ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. അവർക്ക് അവരുടേതായ ന്യായങ്ങൾ കാണും. ഏത് കൊലപാതകത്തിലും എന്ന പോലെ പാസ്പോർട്ട് വീണ്ടെടുക്കാൻ ആയിരുന്നെന്നും പ്രതിരോധ ശ്രമം ആയിരുന്നെന്നും അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നെന്നുമൊക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ്. ഇവിടെ അല്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ശ്രീജിത്ത് പണിക്കർജി. അങ്ങ് അറിയേണ്ട നോക്കൂ, നമ്മുടെയൊക്കെ സഹോദരന്മാരൊക്കെ ഒരുപാട് പ്രവാസികളുണ്ട്, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന എല്ലാ പൈസയും ഒരു രൂപ പോലും ചിലവഴിക്കാതെ ഇങ്ങോട്ട് അയച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള നമ്മുടെ ബാക്കി ബന്ധുജനങ്ങളെ, അത് തന്റെ കുഞ്ഞു മകളായിരിക്കാം, നിമിഷപ്രിയക്ക് ഒരു കുഞ്ഞു മകളുണ്ട്, ഭർത്താവായിരിക്കാം, അമ്മയ്ക്കായിരിക്കാം, അച്ഛനായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം, കുടുംബം നിലനിർത്താൻ വേണ്ടി ഇത്ര കണ്ട് ഒരു കുഞ്ഞു പൈതലായിട്ടുള്ള മകളെ പോലും വേർപെട്ടുകൊണ്ട്, ഭർത്താവിനെ വേർപെട്ടുകൊണ്ട്, കുടുംബത്തെ വേർപെട്ടുകൊണ്ട് ആ സഹോദരി യമൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യത്ത് ജോലി തേടി പോയിട്ടുണ്ടെങ്കിൽ അതും നോക്കൂ, ആലോചിച്ച് നോക്കണം. അവിടെ തീവ്രവാദി ഭരണമാണ് എന്നത് ആലോചിച്ച് നോക്കണം. ഇവിടെ എന്തോ ഒരു കാന്തപുരം എന്തോ ഒരു സാധനമുണ്ടല്ലോ, ഇവരെയൊക്കെ വലിയ ഉയർത്തി കാണിക്കുന്ന ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ്? ഇവനൊക്കെ കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുള്ള ആ കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് ക്രൂര കിതാബ് പ്രകാരം ഭരിക്കുന്ന, അതിന് പറയുക ശരിയ നിയമം എന്നൊക്കെയാണ്. വലിയ ഉഷാറായി പറയുന്ന വാക്കാ ശരിയ നിയമം. അത്തരത്തിൽ ശരിയ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന ഇസ്ലാമിക ക്രൂര രാജ്യമായുള്ള യമനിലേക്കൊക്കെ ഇത്തരത്തിലൊരു സഹോദരി ജോലി തേടി പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ദൈന്യത എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കരുള്ള അടക്കമുള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നോക്കൂ, നിമിഷപ്രിയയുടെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരിയായിരുന്നെങ്കിൽ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല ഞാനെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിട്ട ഈ പോസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ സഹോദരിയുടെ പേര് വെച്ചുകൊണ്ട് എന്റെ സഹോദരിയായിട്ടുള്ള ഇന്ന ആളുടെ ഒപ്പമല്ല ഞാനെന്ന് ആരെങ്കിലും അറിയിക്കുമോ? ആരെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമോ? ഇല്ലെന്നേ. കണ്ടോന്റെ കുട്ടിക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശൈലി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു അർത്ഥവാക്യം. അത്തരത്തിൽ തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ആളുകളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ നോക്കി കാണേണ്ടത്. കാരണം യമൻ പൗരനുള്ള തലാൽ എന്ന് പറയുന്ന ഈ ചങ്ങാതി വെറും ഒരു ബിസിനസ് പങ്കാളി മാത്രമായിരുന്നില്ല, പിന്നെയോ
നമ്മൾക്കറിയാം ഞാനടക്കമുള്ള ആളുകളൊക്കെ ഞാൻ വിദേശ ജോലി ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾക്കറിയാൻ പറ്റും, വിദേശത്ത് ബിസിനസ്സോ സ്ഥാപനങ്ങളോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശവാസി അടക്കമുള്ള ആളുകളുടെ ലൈസൻസും അതല്ലെങ്കിൽ ഒരു സ്പോൺസറെ നമുക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ വന്നൊരു സ്പോൺസർ ആയിരുന്നു നിമിഷപ്രിയയ്ക്ക് ഈ തലാൽ എന്ന് പറയുന്ന ഈ ദുഷ്ടനായിട്ടുള്ള, അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതുണ്ട്, ദുഷ്ടനായിട്ടുള്ള നീചനായിട്ടുള്ള ഒരു കാമഭ്രാന്തൻ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞമ്മന്റെ കിതാബിൽ 6 വയസ്സുകാരി ഐഷയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ വേണ്ട 72 ഹൂറികളെയും മദ്യപ്പുഴയും ഒരുക്കി വെക്കുന്ന ഒരുത്തനെ ദൈവമായി കണ്ടുകൊണ്ട് ദൈവം ലുട്ടാപ്പി എന്ന്, അല്ലെങ്കിൽ നമ്മൾ ഡിങ്ക മതത്തിലെ ദൈവം എന്നൊക്കെ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ദൈവമായി കണ്ടുകൊണ്ട് അതിനെ ആരാധിക്കുന്ന ആ ഗോത്രവർഗമുണ്ടല്ലോ, 1400 വർഷങ്ങൾക്ക് മുൻപ്, ഇപ്പോഴും 1400 വർഷങ്ങളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് തെളിയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വർഗമുണ്ടല്ലോ, ആ വർഗത്തിൽപ്പെട്ട ഒരുത്തൻ ദുഷ്ടനായിട്ടുള്ള, അതും നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി, ക്രിസ്ത്യൻ മതത്തിലുള്ള സഹോദരി, ഇവന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആരാണ്? കാഫിറാണ്. നിമിഷപ്രിയ കാഫിറാണ്. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ബുദ്ധനാണെങ്കിലും ജൈനനാണെങ്കിലും ഏതൊക്കെ ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ പെടാത്തവരൊക്കെ ഇവന്മാർക്ക് ആരാണ്? ഇവന്മാർക്ക് ഒരേ ഒരു ഭാഷയുള്ളൂ, അത് കാഫിർ എന്നാണെന്ന്. ആ കാഫിറിനെ തന്റെ അടിമയാക്കി ഭോഗിക്കാൻ വേണ്ടി ഈ ദുഷ്ടനായിട്ടുള്ള ഈ വൃത്തികെട്ട തലാൽ എന്ന് പറയുന്ന കാമഭ്രാന്തൻ ശ്രമിച്ചപ്പോൾ ആ യുവതിക്ക് ഒരു രക്ഷയും ഉണ്ടായില്ല. നോക്കൂ, അവരെ കാത്ത് അവരുടെ ഭർത്താവ് നാട്ടിലുണ്ട്, അവരെ കാത്ത് അവരുടെ കുഞ്ഞു മകൾ നാട്ടിലുണ്ട്, അവരെ കാത്ത് അവരുടെ രക്ഷിതാക്കൾ നാട്ടിലുണ്ട്, ഇത്തരത്തിലിരിക്കുന്ന ബന്ധുക്കൾ നാട്ടിലുണ്ട്. അപ്പോഴാണ് ഈ കാമഭ്രാന്തന്റെ വലയിൽ അവർ പെടുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിദേശത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും, ഒരു സ്പോൺസറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകര രാജ്യം കൂടി ആവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിൽ ഇസ്ലാമിക ഭീകര രാജ്യമുള്ള യമൻ എന്ന് പറയുന്ന ഇസ്ലാമിക ഈ ദുഷ്ട കിതാബ് പ്രകാരം ഭരിക്കപ്പെടുന്ന, ശരിയ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന കാഫിറിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലാനും കൈകാൽ വെട്ടിക്കൊണ്ട് അവന്റെ സ്ത്രീജനങ്ങളെ കട്ടെടുക്കാനും അവരെ മാനഭംഗപ്പെടുത്താനും അവരെ ഭോഗിക്കാനും അവരെ കുഞ്ഞടക്കമുള്ള മക്കളെ ഭോഗിക്കാനും ഒക്കെ അവകാശം നൽകിയ, എന്നാൽ ഞമ്മന്റെ കിതാബ് വിശുദ്ധ കിതാബുമാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. അത്തരത്തിൽ ഭരിക്കുന്ന ആ നാട്ടിൽ ഈ സഹോദരി ജോലി തേടി പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ കഷ്ടത നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ശ്രീജിത്ത് പണിക്കർ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ടല്ലോ ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്നുള്ളത്. അത്തരത്തിൽ നിമിഷപ്രിയയ്ക്ക് സമാനമായിട്ട് നിങ്ങളുടെ സഹോദരി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഇനി ശ്രീജിത്ത് പണിക്കരുടെ ബാക്കി വാക്കുകൾ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നെന്നും പ്രതിരോധ ശ്രമം ആയിരുന്നെന്നും അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നെന്നും ഒക്കെ വിചാരണ വേളയിൽ ന്യായങ്ങൾ ഉയർന്നതാണ്. പക്ഷേ കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല. ഏത് കോടതിയാ? ഈ യമൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം ശരിയ നിയമപ്രകാരം ഇസ്ലാമിക തീവ്രവാദികൾ ഭരിക്കുന്ന കോടതിയുടെ ചോദ്യങ്ങളാണ് ശ്രീജിത്ത് പണിക്കരൊക്കെ ഉയർത്തി കാട്ടുന്നത്. ഇനിയോ, കൊലപാതകം ആസൂത്രിതമായിരുന്നില്ലേ? കൊലപാതകം ആസൂത്രിതമായിരുന്നു. കാരണം ആ സ്ത്രീക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ചങ്ങാതിയെ, ഈ കാമഭ്രാന്തനെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു എങ്കിൽ ആരും കൊന്നുപോകും. നിങ്ങൾ കൊല്ലില്ലേ? ശ്രീജിത്ത് പണിക്കരെ നിങ്ങൾ കൊല്ലില്ലേ? നിങ്ങളുടെ സഹോദരി കൊല്ലില്ലേ? നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ കൊല്ലില്ലേ? ഇത്രയ്ക്കും കാമഭ്രാന്തനായിട്ട് ഒരുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഇവനെ കൊന്നാലേ രക്ഷപ്പെടാൻ തനിക്ക് ആവുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കൊല്ലില്ലേ? ആരും കൊന്നു പോകുമെന്നേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അടക്കമുള്ള, കേരളത്തിലെ ഗവർണർ അടക്കമുള്ള ആളുകൾ ആ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി, ആ നിമിഷപ്രിയ എന്ന് പറയുന്ന ആ അമ്മയെ, ആ നിമിഷപ്രിയ എന്ന് പറയുന്ന ഭാര്യയെ, ആ നിമിഷപ്രിയ എന്ന് പറയുന്ന മകളെ രക്ഷിക്കാൻ വേണ്ടി മിനക്കെട്ടിറങ്ങിയത് വെറുതെ അല്ല. ശ്രീജിത്ത് പണിക്കരെ, നിങ്ങൾ ഈ പറയുന്ന വാദമുഖങ്ങളുണ്ടല്ലോ, നിങ്ങളെ നമുക്ക് ഒരുപാട് ബഹുമാനമാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്, എല്ലാം കൊണ്ട് ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാലും നിമിഷപ്രിയക്കെതിരെ ഞാൻ നിമിഷപ്രിയക്കൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിയ വാക്കുകളുണ്ടല്ലോ, അത് കൂടുതൽ ആഴത്തിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ശ്രീജിത്ത് പണിക്കർ പറയുന്നു, കൊലപാതകം ആസൂത്രിതമായിരുന്നില്ലേ? ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധമാണോ? നോക്കൂ, അത്ര കണ്ട ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള, അതും ആ പ്രദേശവാസിയായിട്ടുള്ള, ആ നാട്ടുകാരനായിട്ടുള്ള, യമൻ പൗരനായിട്ടുള്ള തലാൽ എന്ന് പറയുന്ന ആ കാമഭ്രാന്തനെ മയക്കി കിടത്താതെ എങ്ങനെയാണ് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇവനെ കൊല്ലാനാവുക എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഇവനെ ഉറക്കമരുന്ന് കൊടുത്ത് തളർത്തി കിടത്തി എന്നുള്ളത് ന്യായം തന്നെയാണ്, അല്ലാതെ വേറെ മാർഗമില്ല. ഒരു സ്ത്രീയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ത്രീക്ക് അത് ചെയ്യേണ്ടി വന്നത്? നല്ല രീതിയിൽ ആ സ്ത്രീക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ, അതല്ലെങ്കിൽ സഹായകമായിട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ, തന്റെ മാനത്തിന് വില പറയാത്ത ഒരാളായിരുന്നെങ്കിൽ ആ സ്ത്രീ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു. അത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ സഹോദരിയാണ് നിമിഷപ്രിയ, എന്റെ കൂടപ്പിറപ്പാണ് നിമിഷപ്രിയ, എന്റെ രക്തബന്ധമാണ്, എന്റെ ചോരയാണ് നിമിഷപ്രിയ എന്ന തോന്നലുണ്ടാവണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ 4 ലൈക്കും തേങ്ങയും കിട്ടാൻ വേണ്ടി എന്തും എഴുതി വിടാമെന്ന് അതിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് വേറെ അബ്ദുൾ റഹീം
റഹീമോ എന്തോ ഒരു സുഡാപ്പി ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് 12-11 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ശ്വസിക്കാൻ പോലും കഴിവില്ലാത്ത കുഞ്ഞിന്റെ ആ ശ്വസിക്കുന്ന ആ പൈപ്പ് വലിച്ചു കീറി ആ വലിച്ചെടുത്ത് കളഞ്ഞുകൊണ്ട് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ഉണ്ടല്ലോ, ആ കൊടും ക്രിമിനലെ രക്ഷിക്കാൻ വേണ്ടി 30 കോടിയാണ് ഇവിടത്തെ മലയാളി 1-2 ദിവസം കൊണ്ട് ഒരു മാക്സിയും ചട്ടയും മുണ്ടൊക്കെ അണിഞ്ഞു നടക്കുന്ന ഒരു കോമാളി ഉണ്ടല്ലോ, വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു കോമാളി, ആ കോമാളി അടക്കമുള്ള ആളുകൾ പിരിച്ചു കൊടുത്തത്. അതിൽ പൈസ കൊടുത്തെന്ന് ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ പറയുന്ന ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മനസ്സിലാക്കുക, ഒരു കുഞ്ഞിനെ കൊന്ന ക്രൂരനായിട്ടുള്ള ഒരു ജിഹാദിയെ രക്ഷിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. എന്നാൽ നിമിഷപ്രിയയുടെ കേസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി, കുഞ്ഞു മകളെ പോറ്റാൻ വേണ്ടി, ഈ കുടുംബത്തെ ഒന്നടങ്കം ഏറ്റെടുത്ത് നോക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന ഈ നാട്ടിൽ ഒരു ഉറുപ്പ്യക്ക് ഇപ്പൊ നമുക്കറിയാം വെളിച്ചെണ്ണയ്ക്കൊക്കെ 450-500 അടുത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കുക. ഏത് നാടാ? കേരം തിങ്ങും കേരള നാട്ടിൽ എന്ന് പറയുന്ന കേര വൃക്ഷത്തെ, തെങ്ങിനെ കുറിച്ച്, നാളികേരത്തെ കുറിച്ച് പാട്ടുപാടിക്കൊണ്ട് അഭിമാനത്തോടെ നടന്നിരുന്ന കേരം തിങ്ങും കേരള നാട്ടിൽ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് 450 രൂപയും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോൾ വില കൂടിയാലോ ഡീസലിന് വില കൂടിയാലോ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ജിഹാദികളോ അന്തംകമ്മികളോ അതല്ലെങ്കിൽ 6.5 പതിറ്റാണ്ട് ഈ രാജ്യത്തെ കട്ടുപിടിച്ച് ഭരിച്ച അടിമ കൊങ്ങികളോ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് പറയുമോ? ഇല്ലെന്നേ. മുളകിന് വില കൂടിയത് പറയുമോ? ഇല്ലെന്നേ. ഉപ്പിനും അരിക്കും വില കൂടിയത് പറയുമോ? ഇല്ലെന്നേ. വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഞമ്മന്റെ ആടിയുലയാത്ത കപ്പൽ താനും കപ്പലും ഒക്കെയുള്ള ഈ പിണറായി തമ്പുരാനാണ്. ഇരട്ടച്ചങ്കോ പരട്ടച്ചങ്കോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. പരനാറി പ്രയോഗവും നികൃഷ്ട ജീവിയും ഒക്കെ പുതിയ പുതിയ വാക്യങ്ങൾ കേരള ജനതയ്ക്ക് നിഘണ്ടുവിൽ കൂട്ടിച്ചേർത്ത പിണറായി വിജയന്റെ രാജ്യത്ത്, പിണറായി വിജയൻ അൽ കേരള രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഇത്ര കണ്ട് വിലക്കയറ്റമുള്ളത്. എന്തുകൊണ്ടാ? ഒരു കാലത്ത് ഉൽപാദന സംസ്കാരം ഉണ്ടായിരുന്ന നമ്മുടെ നാട് ഇന്ന് ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് പോയില്ലേ? ആ കാരണം ഒന്ന് തൊട്ട് തന്നെയാണ്. ഇവിടെ ഒരാളും ബിസിനസ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ തയ്യാറാവില്ല. കാരണം എന്താ? വിയർപ്പിന്റെ അസുഖമുള്ള സഖാക്കന്മാർ ആ കീറി ദ്രവിച്ച ആ വൃത്തികെട്ട ചുവന്ന കൊടിയുണ്ടല്ലോ, ആ കൊടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഏതൊരു സ്ഥാപനമായാലും കാർഷികമായാലും കൃഷിയായാലും എന്തായാലും അത് നശിപ്പിക്കാൻ വേണ്ടി ആ വൃത്തികെട്ട വർഗം, ഈ കമ്മ്യൂണിസ്റ്റ് വർഗം, നരഭോജി വർഗം ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരാളും ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ നാട്ടിൽ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക്, ഉൽപാദന മേഖലയിൽ നിന്നും ഉൽപാദന സംസ്കാരത്തിൽ നിന്നും മാറിയ മലയാളിക്ക് 1 കിലോ അരി മര്യാദയ്ക്ക് നല്ല അരി കിട്ടണമെന്നുണ്ടെങ്കിൽ 50-60 രൂപ കൊടുക്കണം. 1 ലിറ്റർ വെളിച്ചെണ്ണ കേരം തിങ്ങും കേരള നാട്ടിൽ കേര വൃക്ഷം തെങ്ങിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കേരളത്തിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ 450 രൂപയ്ക്ക് മേലെയുണ്ട്. അതുകൊണ്ട് വിലക്കയറ്റത്തൊന്നും ആരും ചോദിക്കരുത്. കാരണം എന്താ? ഇത് അൽ കേരളമാണ്, ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഇത് പിണറായി തമ്പുരാൻ ഭരിക്കുന്ന കേരളമാണ്. അതുകൊണ്ട് ആരും ചോദ്യങ്ങൾ ചോദിക്കരുത്. ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ കയ്യും കാലും വെട്ടിക്കൂട്ടി അല്ലെങ്കിൽ മഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇന്നോവ വിടും. എന്നിട്ടോ 51 വെട്ടി ഈ പറയുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ഞമ്മന്റെ പാർട്ടി പോവും. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവരെ ജാഗ്രത. ഇനിയോ ശ്രീജിത്ത് പണിക്കർ പറയുന്നു, ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? ശ്രീജിത്ത് പണിക്കരെ, നിങ്ങളുടെ സഹോദരി ആയിരുന്നെങ്കിലും തെളിവ് നശിപ്പിച്ച് ആ ഇസ്ലാമിക കൊടുംഭീകര രാജ്യത്ത് ഒടുങ്ങാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ശരീരം, ഈ തലാൽ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക ഭീകരൻ, കാമഭ്രാന്തൻ, മമ്മദോളി എന്ന് പച്ചയ്ക്ക് വിളിക്കേണ്ട ഈ വൃത്തികെട്ടവനെ നൂറുകണക്കിന് പീസാക്കിക്കൊണ്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. അതാരായാലും ചെയ്യുന്നത് തന്നെയാണ്. അവരെ നമ്മൾ ന്യായീകരിക്കുകയല്ല. പക്ഷെ അവിടെ ആ രാജ്യത്ത് ജോലി ചെയ്യാൻ പോയ എത്രയോ വിദേശ രാജ്യത്ത് എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നില്ലേ? ഏതെങ്കിലും രാജ്യത്ത് ഇത്രയും അരക്ഷിതാവസ്ഥമായുള്ള രാജ്യങ്ങളുണ്ടോ? ഇല്ലെന്നേ. ഇസ്ലാമിക തീവ്രവാദികൾ പൊളച്ചു മറയുന്ന യമൻ പോലെയുള്ള ഇത്തരം രാജ്യത്തിൽ മാത്രമേ സ്ത്രീകൾക്ക് ഇത്ര അരക്ഷിതാവസ്ഥ വരികയുള്ളൂ. അപ്പോഴെന്ത് ചെയ്യും അവർ? ഒരു രക്ഷയുമില്ല എന്നുണ്ടെങ്കിൽ തന്റെ ജീവൻ രക്ഷിക്കാൻ ഒരുത്തനെ കൊന്നിട്ടാലും രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് തന്നെയാണ് ഭാരത സർക്കാർ അടക്കമുള്ള, അതല്ലെങ്കിൽ കേരള ഗവർണർ അടക്കമുള്ള ആളുകൾ ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിലെ ചെറിയൊരു ന്യായീകരണം. വേണ്ട, മകളുണ്ട്, ഒരു കുഞ്ഞു പൈതലുണ്ട്, പെൺകുട്ടിയുണ്ട്, അതും ന്യായീകരണം തന്നെയാണ്. പിന്നെയോ അവർക്കൊരു വലിയ കുടുംബമുണ്ട്, അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന, അവരയക്കുന്ന ഓരോ രൂപയും പ്രതീക്ഷിച്ചിരിക്കുന്ന വലിയൊരു കുടുംബമുണ്ട്, അതും ന്യായീകരണം തന്നെയാണ്. ഈ കുഞ്ഞു പൈതലിനെ 11-12 വയസ്സുള്ള ശ്വസിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു കുഞ്ഞു പൈതലിന്റെ
വളരെ മ്ലേച്ഛകരമായിട്ട് കൊന്നൊടുക്കി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി 40 കോടിയിലധികം പിരിച്ചു നൽകി അവനെ രക്ഷിച്ച് ഇനി പൂമാലയിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന മലയാളിക്ക് ഏറ്റവും അഭിമാനം തന്നെയാണ് നിമിഷപ്രിയയെ രക്ഷിച്ചാലെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്ന് പറയുന്ന ക്യാമ്പയിന് തുടക്കമിട്ട, അതല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ബഹുമാന്യനായിട്ടുള്ള ആള് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ, നിങ്ങളുടെ സഹോദരിയായിരുന്നെങ്കിൽ, നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിൽ, ഓ എന്റെ അമ്മയും എന്റെ സഹോദരിയും എന്റെ മകളും സുരക്ഷിതയാണല്ലോ, അതുകൊണ്ട് എനിക്ക് അതിലേക്കൊന്നും കേറേണ്ടല്ലോ. ഇനിയോ, ഇവിടെ കുറ്റം ചെയ്തില്ലെന്ന് പ്രതി പറയുന്നില്ല. എടോ, ചെയ്തിട്ടുണ്ടായിരിക്കാം, അവരുടെ അവസ്ഥ അതുകൊണ്ടാണ്. ഒരു സ്ത്രീ ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ, അതും അവരുടെ ബിസിനസ് പങ്കാളി സ്പോൺസർ ആയിട്ടുള്ള ആ പ്രദേശവാസിയെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ ശേഷിയില്ലായ്മയൊന്നുമില്ലല്ലോ. നല്ല ബുദ്ധിയുള്ള സ്ത്രീ തന്നെയാണ്. ഒരു രക്ഷയും പരരക്ഷയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് തന്റെ മാനം രക്ഷിക്കാൻ, തന്നെ എല്ലാ കാലവും അടിമയായിട്ട് കൊണ്ട് ഭോഗിക്കാൻ വേണ്ടി ഈ ലൈംഗിക അടിമയായി നിർത്തുന്നതിനേക്കാൾ നല്ലത് ഈ ദുഷ്ടനെ കൊന്നിട്ടായാലും വേണ്ടില്ല തനിക്ക് രക്ഷപ്പെടാനുള്ള അവസ്ഥ തിരയുന്ന ആ സ്ത്രീയെ ന്യായീകരിക്കാനാണ് എന്നെ കൊണ്ട് എനിക്കതേ കഴിയുകയുള്ളൂ. അബ്ദുൾ റഹീം എന്ന് പറയുന്ന കൊടുംഭീകരനെ രക്ഷിക്കാൻ 40 കോടി പിരിച്ച മലയാളിക്ക് മുൻപിൽ ഈ സ്ത്രീയുടെ ഈ മാനം രക്ഷിക്കാൻ വേണ്ടി കൊന്നതിനെ ന്യായീകരിക്കാൻ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ട് ശ്രീജിത്ത് പണിക്കർ സാർ. പിന്നെയോ, കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തിന്റെ മാപ്പാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ മാപ്പോ കോപ്പോ ആയിക്കോട്ടെ, തലാൽ എന്ന് പറയുന്ന ആ ഇസ്ലാമിക ഭീകരന്റെ, ആ കാമപ്രാന്തന്റെ കുടുംബക്കാർ നൽകുന്ന മാപ്പല്ലേ, അതിന് എത്രത്തോളം വിലയുണ്ടായിരിക്കും. ഈ സഹോദരിയെ തൂക്കി കൊന്നാൽ പോലും അഭിമാനത്തോടെ ആ സ്ത്രീ മരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം തന്റെ മാനം കവരാൻ നോക്കിയ, തന്നെ ലൈംഗിക അടിമയാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ഇസ്ലാമിക കൊടുംഭീകരനെ കൊന്നിട്ട് തൂക്കുകയറിലേക്ക് നീങ്ങി നടന്നു പോയി എന്ന് പറയുന്ന അഭിമാനത്തോടെ തന്നെയാണ് ആ സ്ത്രീയെ കാണേണ്ടത്. അല്ലാതെ ഇവിടത്തെ ജ്യൂസിൽ വിഷം കലക്കി കൊടുത്ത രേഷ്മയെ കമ്പയർ ചെയ്തുകൊണ്ടോ, ഈ 40 കോടി പിരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊന്ന അബ്ദുൾ റഹീം എന്ന് പറയുന്ന കൊടുംഭീകരനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കമ്പയർ ചെയ്തുകൊണ്ടാവും ഈ നിമിഷപ്രിയയെ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല, കൂട്ടിക്കെട്ടാൻ പാടില്ല. ഇനി എന്തിനാണ് മാപ്പ്? ശ്രീജിത്ത് പണിക്കർ ചോദിക്കട്ടെ, എന്തിനാണ് മാപ്പ്? അവരുടെ ഒരാളെ ക്രൂരമായി കൊന്നതിന്, ശവശരീരത്തെയും അപമാനിച്ചതിന് ശ്രീജിത്ത് പണിക്കർ എന്തിനായിരുന്നു ആ സ്ത്രീ ഇത്ര കണ്ട് ക്രൂരമായിട്ട് കൊന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ സഹോദരിക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക് മാനം നഷ്ടപ്പെടുമ്പോൾ ഒരു സ്ത്രീക്ക് പിന്നെ മേൽ താഴെ നോട്ടമുണ്ടായിരിക്കില്ല. അത് അഭിമാനമുള്ള സംസ്കാരമുള്ള സ്ത്രീകൾ ചെയ്യും. അപ്പോൾ അറഞ്ചം പുറിഞ്ചം വെട്ടും, ഇവനെ വെട്ടി തുണ്ടം തുണ്ടമാക്കും. അങ്ങനെ ശവശരീരത്തിനെ അപമാനിച്ചതിൽ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം നമ്മളുടെ സഹോദരി നമ്മുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കില്ല. കാരണം അന്യന്റെ കുട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാം നല്ല ചേല്. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് എഴുതി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സുഡാപ്പികളും പിന്നെ മതേതര കൊതേതര ഒരുപാട് എണ്ണമുണ്ടല്ലോ, അവറ്റകളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കും എന്നാണോ കരുതിയിട്ടുള്ളത്? ഇനിയോ, ഇപ്പോൾ നടക്കുന്നത് ന്യായം എന്ന ചിന്ത എനിക്കില്ല. ശ്രീജിത്ത് പണിക്കർ സാറിന്റെ ചിന്ത ന്യായമാണോ അല്ലയോ എന്നുള്ള അദ്ദേഹത്തിന് മാത്രം ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് നാം കാട്ടുന്നില്ല? അവിടെയാണ് ശ്രീജിത്ത് പണിക്കരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രവാസിയായിട്ട് വിമാനം കയറിപ്പോയി അന്യരാജ്യത്ത് ജോലി ചെയ്യുന്ന തന്റെ കുഞ്ഞു മകളെ പോലും കാണാതെ, തന്റെ ഭർത്താവിനെ കാണാതെ, തന്റെ രക്ഷിതാക്കളെ കാണാതെ, ബന്ധുജനങ്ങളെ കാണാതെ ഒരാൾ പ്രവാസിയായിട്ട് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പ്രവാസിയുടെ മനസ്സറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രവാസിയായിട്ട് ജോലി ചെയ്യണം. എനിക്കറിയാൻ പറ്റും, ഞാൻ പ്രവാസിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് ഇവിടെ അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനെ പോലെ, അതല്ലെങ്കിൽ അറക്കാൻ കൊണ്ടുപോകുന്ന കാളയായാലും കോഴിയായാലും അതുപോലെയുള്ള മനസ്സോടെ തന്നെയാണ് കൃത്യമായിട്ടും എയർപോർട്ടിൽ നിന്നും കയറിപ്പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാസ ലൈഫ്, പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ടാണ് അവർ പ്രവാസിയായി മാറിയുന്നത്. പ്രത്യേകിച്ച് ഈ കേരളം പോലെയുള്ള ഈ ഇട്ടാവട്ടത്തിൽ ഈ ഇസ്ലാമിക ജിഹാദികൾ പൊളച്ചു മറയുന്ന ഈ നാട്ടിൽ, ഇവിടെ മാരക മയക്കുമരുന്ന് അടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നരഭോജികളും രാജ്യത്തെ കട്ടുമുടിച്ച കൊങ്ങികളും പൊളച്ചു മറയുന്ന ഈ നാട്ടിൽ ഒരു തൊഴിലുമില്ലെന്നും മാന്യമായി ജീവിക്കാൻ ആവില്ലെന്നും, ആ ജീവിക്കുന്ന ചെറിയ തൊഴിലാണെങ്കിൽ പോലും അതിന്റെ ശമ്പളം കിട്ടിയാൽ ഒരു കുടുംബത്തിന് മാന്യമായി ജീവിക്കാൻ ആവില്ലെന്നും അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ശ്രീജിത്ത് പണിക്കർ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയരുത്. ഒരു പ്രവാസ ലൈഫ്, പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേകിച്ച് വീട്ടിലെ ഒരു സ്ത്രീജനം, ഒരു പെൺകുട്ടിയെയൊക്കെ വിദേശത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ഒരു ഭർത്താവായാലും ഒരു അച്ഛനായാലും ആ മകളായാലും ഒക്കെ രക്ഷിതാക്കളായാലും ഒക്കെ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവരുടെ അവസ്ഥ കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇതേ സമീപനം ഇവിടെ ജയിലിൽ കിടക്കുന്നവരോട് എന്ന ആ ചോദ്യമുണ്ടല്ലോ അങ്ങയുടേത്, അത് വിഡ്ഢിത്തമാണ്. അതിന് പ്രവാസ ജീവിതം അനുഭവിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒരു രാജ്യം
പൊതുപ്രവർത്തകർ, മതമേലധ്യക്ഷർ ഒക്കെ എന്തിന് ഒരു കുറ്റവാളിയെ സ്വതന്ത്രയാക്കാൻ ശ്രമിക്കണം? അവിടെയാണ് ശ്രീജിത്ത് പണിക്കർ ചിന്തിക്കാത്ത ചില പോയിന്റുകൾ നമ്മൾ ഇതിനു മുൻപേ പറഞ്ഞു കഴിഞ്ഞു. ആ സ്ത്രീ ഒരു അമ്മയാണ്, ആ സ്ത്രീ ഒരു ഭാര്യയാണ്, ആ സ്ത്രീ ഒരു മകളാണ്, ആ സ്ത്രീ ഒരുപാട് ബന്ധുജനങ്ങളുടെ സഹോദരിയാണ്. അവർക്ക് ജീവിക്കാൻ വകയില്ലാത്ത ഈ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, തന്റെ കുടുംബത്തിന് എന്തെങ്കിലും സമ്പാദിക്കാൻ കഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല എന്ന ചിന്താഗതിയോടുകൂടി ഇസ്ലാമിക കൊടുംഭീകര രാജ്യത്തായാലും വേണ്ടില്ല ജീവിക്കാൻ വേണ്ടി ജോലി തേടിയാണ് അവർ പോയത്, അല്ലാതെ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തും എഴുതിയിട്ട് സുഖിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ലൈക്കും കമന്റ്സും ഷെയറും നോക്കിയിരിക്കുന്ന ഈ പറയുന്ന വികാര ജീവികളോടൊന്നും പറയാനില്ല. ഇനിയോ എന്റെ നീതിബോധം ഒരു കൊടും ക്രൂര കൃത്യത്തെ ന്യായീകരിക്കുന്നില്ല ശ്രീജിത്ത് പണിക്കർ സാർ. നമ്മൾ ആരും ആ കൊടും ക്രൂര കൃത്യത്തെ ന്യായീകരിക്കുന്നില്ല. എങ്ങനെയായിരുന്നെങ്കിൽ ഈ തലാൽ എന്ന് പറയുന്ന മനുഷ്യൻ മാന്യനായിരുന്നെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അവരുടെ ലൈഫിൽ അവർ തന്നെ പലരോടും സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്, കാമപ്രാന്തനായിട്ടുള്ള ഈ സ്പോൺസർ അവരെ അത്ര കണ്ട് പീഡിപ്പിച്ച അവസാന നിമിഷത്തിലാണ് ഈ ദുഷ്ടനെ അവർക്ക് കൊല്ലേണ്ടി വന്നതെന്ന് ഒരുപാട് സുഹൃത്തുക്കളോട് ജയിലിൽ സന്ദർശിച്ച ആളുകളോടൊക്കെ ഈ സഹോദരി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എന്റെ നീതിബോധം ഒരു കൊടും ക്രൂര കൃത്യത്തെ ന്യായീകരിക്കുന്നതല്ല എന്ന് പറയുന്നത്. ഒരവസ്ഥയുമില്ലാതെ ഒരു രക്ഷയുമില്ലാതെ തന്റെ മാനത്തിന് വില പറയുന്ന ഒരു ദുഷ്ടന് മുൻപിൽ ലൈംഗിക അടിമയായി ജീവിക്കേണ്ടി വരുന്ന ഒരു സഹോദരി അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു മകൾ അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ, അമ്മ അങ്ങേക്കുണ്ടായിരുന്നെങ്കിൽ, അങ്ങയുടെ ഈ നീതിബോധം എന്നൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇടില്ല. ഇനിയോ പ്രതിരോധ ശ്രമം എന്ന വാദം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നത്, ബ്രാക്കറ്റിൽ കഴിയില്ലെന്നതും ഈ കേസിലെ പ്രധാന വിഷയമാണ്. പൊന്നാര ശ്രീജിത്ത് പണിക്കർ സാർ, യമൻ എന്ന് പറയുന്ന ഇസ്ലാമിക കൊടുംഭീകര രാജ്യത്ത് ഭരിക്കുന്നത് ശരിയായ നിയമപ്രകാരമാണ്. ആ രാജ്യത്ത് പ്രതിരോധ ശ്രമം എന്ന വാദം തെളിയിക്കാൻ ആ സഹോദരിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഇസ്ലാമിക ജിഹാദികളുടെ ശരിയ ഖുറാൻ നിയമപ്രകാരം, കിതാബ് പ്രകാരം യമന്റെ 72 ഹൂറികളെയും മദ്യപ്പുഴയും ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ദൈവമുണ്ടല്ലോ, കൂട്ടിക്കൊടുപ്പ് ദൈവം, ആ ദൈവം നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത നിയമാവലി പ്രകാരം പറയുന്ന ഭരിക്കപ്പെടുന്ന രാജ്യത്ത് എങ്ങനെയാണ് ഈ സഹോദരിക്ക് ആ വാദമൊക്കെ തെളിയിക്കാനാവുക എന്ന് അങ്ങ് സ്വയം ചിന്തിച്ചാൽ മതി. ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാം. സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്തത് തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതികളുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവർ തന്നെയല്ലേ നമ്മളിൽ പലരും. ഈ ഇറ്റാലിയൻ നാവികർ എന്താണ് ചെയ്തതെന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടില്ല. അതറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു കൊന്നു, അതായത് മീൻ പിടിക്കാൻ പോയിട്ടുള്ള പാവം പിടിച്ച മീൻപിടുത്ത തൊഴിലാളികളെ വെടിവെച്ചു കൊന്നു ഇറ്റാലിയൻ ഈ കപ്പലിലെ തൊഴിലാളികൾ. അവരെ ഇവിടെ പിടിച്ചു വെച്ച് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞമ്മനെ ഇറ്റാലിയൻ മദാമ ഇടപെട്ടു എന്നുള്ളതും കോൺഗ്രസ് ഭരിക്കുന്ന ആ സമയത്തായാലും മറ്റേതായാലും വേണ്ടില്ല ഇവിടെ നിന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ആ നാവികരെ രക്ഷിച്ചത് ഇവിടെ മറ്റാരുമായിരുന്നില്ല, ഭരണകൂടം തന്നെയായിരുന്നു. ഇറ്റലിയിൽ ബാർ നർത്തകിയായിരുന്ന, ബാറിൽ ഒഴിച്ചുകൊടുപ്പുകാരിയായിരുന്ന. എന്നാൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു പാർട്ടി 6.5 പതിറ്റാണ്ട് ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണെങ്കിൽ പോലും അതിന്റെ എല്ലാത്തിന്റെയും കയ്യാളുന്ന ആ സ്ത്രീയാണ് ഇറ്റാലിയൻ നാവികരെ രക്ഷിച്ചത്. അതുകൊണ്ട് ഇതിനെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു സഹോദരിയുടെ മാനത്തിന്, ഒരു സഹോദരിയുടെ ആ ഒരു ജീവന്, അവരെ രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത് സെക്കൻഡറിയാണ്. എന്നിരുന്നാലും ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ കണക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിന് ദൂരവ്യാപകമായിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. ആ പ്രത്യാഘാതങ്ങൾ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല, ക്രൂരയാണ് അവൾ എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്ത് വന്നത്. പക്ഷെ വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഒരു സഹോദരിയായിരുന്നെങ്കിൽ, നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ, നിങ്ങളുടെ അമ്മയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു എന്ന് ഇത്തരത്തിൽ നിമിഷപ്രിയക്കെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു കാമപ്രാന്തൻ അടിപ്പെട്ടുകൊണ്ട് ലൈംഗിക അടിമയായി ജീവിക്കാൻ വേണ്ടി നിമിഷപ്രിയ തയ്യാറായിരുന്നില്ല. തന്റെ ഭർത്താവിനും തന്നെ കാത്തിരിക്കുന്ന കുഞ്ഞു മകൾക്കുമൊപ്പം ജീവിക്കാൻ വേണ്ടി ഈ കൊടും ക്രിമിനലിനെ, ഈ കാമപ്രാന്തനെ കൊന്നിട്ടായാലും വേണ്ടില്ല ഞാൻ എന്റെ രാജ്യത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ ജിഹാദിയെ, ആ മദ്രസ പൊട്ടനെ, ആ വർഗീയവാദിയെ, ആ കാമപ്രാന്തനെ കൊന്നിട്ടുണ്ടെങ്കിൽ യെസ്, ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമാണ്, എന്റെ സഹോദരിക്കൊപ്പമാണ്. അവർ ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരിലാണ് ന്യായമെന്ന് ഞാൻ പറയുന്നു. കാരണം അവർ കാഫിറായി ജനിച്ചത് അവരുടെ കുറ്റമല്ല, അവർ ക്രിസ്ത്യാനിയായി ജനിച്ചത് നമ്മുടെ കുറ്റമോ അവരുടെ കുറ്റമോ അല്ല. ആ ക്രിസ്ത്യാനിയെ തന്റെ ലൈംഗിക അടിമയാക്കാൻ വേണ്ടി ശ്രമിച്ച, അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്ത ആ ജിഹാദിയെ വെട്ടി നുറുക്കി 100 കണക്കിന് പീസാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരിയാണ്
എന്റെ റിയൽ ഹീറോ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമാണ്, ആ സഹോദരിക്കൊപ്പമാണെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടായിരിക്കണം ഓരോ ഭാരതീയനും പോസ്റ്റ് ഇടേണ്ടത്. അല്ലാതെ ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ലെന്നും പറഞ്ഞുകൊണ്ട് കണ്ടവന്റെ കുട്ടിക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലി എന്ന ആ ഒരു ആപ്തവാക്യം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള നാലാംകിട ആളുകളോട് ഇതേ ഭാഷയിലേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.